ഗാസയിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ തെരുവുകളിൽ നിലവിളികളും പിന്നീട് മെഴുകുതിരി കത്തിക്കുന്നു, അങ്ങനെ വലിയ സംഭവങ്ങളുണ്ടാകും. പക്ഷേ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ പച്ചയ്ക്ക് കത്തിച്ചിട്ട് പോലും ഇവിടെ ആ, ഒരനക്കവുമില്ല, സമാധാനമായി പോവുകയാണ്. അതിനെക്കുറിച്ച് ചർച്ച പോലും നടക്കുന്നില്ല. പക്ഷേ ഗാസയെക്കുറിച്ച് നാം പറയുമ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം വന്നപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിളിയില്ല. ആകെ പ്രതികരിച്ചിരിക്കുന്ന ശശി തരൂർ മാത്രമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായി മാറുമോ? കേരളത്തിൻ്റെ പൊതുവെ ഇന്ത്യയുടെ ഒരു രീതി, വിശേഷം കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരെ എന്ത് ആക്രമണം ഇന്ത്യയിലും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മിണ്ടരുത് എന്നുള്ളതാണ്. അത് മാധ്യമ മത്സരമാണ് അക്കാര്യത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദിബു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ പോലെ കെട്ടിത്തൂക്കി നഗ്നനാക്കി ആദ്യം തല്ലിക്കൊന്നിട്ട് കെട്ടിത്തൂക്കി കത്തിച്ചു. അപ്പോൾ അതിന് അവർ ഉന്നയിച്ചൊരു ആരോപണം എന്ന് പറയുന്നത് പ്രവാചകനെതിരെ ഇയാളെന്തോ പറഞ്ഞു എന്നാണ് പേരിലാണ് പുള്ളിയെ പിടിച്ചുകൊണ്ടുവന്നത്. പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. പോലീസ് കണ്ടെത്തി അങ്ങനെ അയാൾ പറഞ്ഞിട്ടൊന്നുമില്ല, അത് തെറ്റാണെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ ഈ കലാപകാരികൾ അതിന് അനുവദിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ വലിച്ചെറിയി കൊണ്ടുപോയി ഈ കഴുതപ്പുലികളുണ്ടല്ലോ, ഈ കഴുതപ്പുലികൾ മൃഗത്തെ ആക്രമിക്കുന്നവരെ കൂട്ടമായിട്ട് ഈ മതഭ്രാന്തന്മാർ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുകയും അവസാനം പബ്ലിക്കായിട്ട് കെട്ടിത്തൂക്കിയിട്ട് കത്തിക്കുകയായിരുന്നു. ഇത് ഈ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം ഉള്ളിലുള്ള ഏതൊരു മനുഷ്യനാണെങ്കിലും ആ രംഗം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തകർന്നു പോകും. ഇത് വ്യാപകമായിട്ട് ഇതിൻ്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു മുസ്ലിമിന് ഒരു കല്ലേറിൽ പരിക്കുപറ്റിയാൽ പോലും നിലവിളിക്കുന്ന കേരളത്തിലെ മാധ്യമ സമൂഹങ്ങളും അതുപോലെ തന്നെ ഇടത് വലത് പാർട്ടികളുടെ നേതാക്കന്മാരും ആരും ഒരു വക മിണ്ടിയിട്ടില്ല. ഇന്നലെ സമസ്തയെ പോയി പുകഴ്ത്തിയ മുഖ്യമന്ത്രി ഒരു വാക്കിനെതിരെ പറഞ്ഞു. ബംഗ്ലാദേശിൽ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഹീനകൃത്യം നടക്കുന്നു, പച്ചയ്ക്ക് ആളുകളെ കത്തിക്കുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു വാക്ക് പറയാത്തത്? ഇവിടെ പ്രദേശമായ വി.ഡി. സതീശൻ്റെ വായിക്കാത്തെന്താ? രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ കുഴപ്പം? ഈ പാലസ്തീൻ്റെ ഭാഗം തൂക്കി കടന്ന പ്രിയങ്ക ഗാന്ധി അവിടെ പോയി. രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല, അയാൾ ഇവിടെ കറങ്ങാൻ പോയി, പോട്ടെ. എത്രയോ ഈ പറഞ്ഞതുപോലെ മതനിരപേക്ഷത ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടയാളം, ന്യൂനപക്ഷ സംരക്ഷണം വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഇവർ ബംഗ്ലാദേശിലെ ചെറു ന്യൂനപക്ഷമായ ഹിന്ദുവിനെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ നമ്മുടെ തൊട്ട് അയൽവക്ക രാജ്യമാണ്. ഇവർ നേരത്തെ പറഞ്ഞാൽ ഗാസയിലും പാലസ്തീനിലും കിടന്ന് മുസ്ലിം കൊണ്ട് നിലവിളിക്കുന്നത് പോലെ ഇത് തൊട്ടടുത്തുള്ള നമ്മുടെ രാജ്യമാണ്. അവിടെ ഈ കൊടും ക്രൂരകൃത്യം നടന്നിട്ട് അതിനെതിരെ വാ തുറക്കാനായിട്ട് ഇവിടെയുള്ള ഈ മതേതരന്മാരായിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാക്കൾ, ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഇരട്ടത്താപ്പിനിടയിലാണ് വ്യത്യസ്തനായി ശശി തരൂർ നിൽക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം എക്സിൽ ട്വീറ്റ് ചെയ്തിരുന്നു, ഒരു ബാർബേറിക് ആക്റ്റാണ് അവിടെ നടന്നത് എന്നുള്ളത്. ഒരു മനുഷ്യ സമൂഹവും ചെയ്യാത്ത, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ISIS പോലും ഇത്രയും ക്രൂരമായിട്ട് ആളെ കൊല്ലുന്നില്ലെന്നാണ്. അവർ ഈ പറഞ്ഞ കുരിച്ചിരുത്തി വെട്ടിക്കൊല്ലുന്നതാണ് അവർ സാധനം ചെയ്യുന്നത്. അതിനേക്കാളും അതിക്രൂരമായിട്ടാണ് ഒരു മനുഷ്യനെ കത്തിക്കുകയും ആ ശരീരം കത്തുമ്പോൾ അതിൻ്റെ ചുറ്റും ആഹ്ലാദം നടത്തുകയും അതിൻ്റെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയും അതിൽ ഈ പറഞ്ഞതിൽ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുകയും ചെയ്യുന്ന ഈ തെമ്മാടി കൂട്ടങ്ങളെ എതിരെ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ഒരൊറ്റ മനുഷ്യൻ ഭാരതത്തിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നവർ. സാധാരണ ജനങ്ങളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നലെ നേപ്പാളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം നടന്നു. ഈ നേപ്പാളിൽ ഭരണം അട്ടിമറിച്ച് നേപ്പാളിനെ ആക്കണമെന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ, അവിടെ ഇന്നലെ ഹിന്ദു യുവാക്കൾ സംഘടിച്ചിട്ട് ഇതിനെതിരെ അവരിന്നലെ വലിയ പ്രക്ഷോഭം നടത്തി. ഹിന്ദു രാജ്യമായ ഇന്ത്യയിലൊരു അനക്കവുമില്ല, ഒരു നേതാക്കൾക്കും മുണ്ടാട്ടമില്ല. അവിടെയാണ് തരൂർ വ്യത്യസ്തനാവുന്നത്. അദ്ദേഹം ഇന്നലെ തസ്ലിമ നസറിനിട്ടിരുന്ന ഒരു പോസ്റ്റിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടും ഇത്തരത്തിൽ അദ്ദേഹം ഒരു നീക്കം നടത്തിയിരുന്നു. കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ ഹമാസ് തീവ്രവാദികളെന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ചതും ശശി തരൂരാണ്. തീർച്ചയായിട്ടും. കാരണം നട്ടലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അദ്ദേഹമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുക. കാരണം ഇസ്ലാം വോട്ടുകളെയോ അല്ലെങ്കിൽ മതമൗലികവാദികളെയോ പേടിക്കാതെ സത്യമായി പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ശശി തരൂർ മാറുകയാണ്. അദ്ദേഹം ഒരു മോഡലായി മാറുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഈ നമുക്ക് എന്താണ് കാര്യം ചോദിച്ചാൽ നമുക്ക് കാര്യമൊന്നുമില്ല, കാര്യം അവരുടെ ഇൻറ്റേർണൽ മാറ്ററാണ്. പക്ഷേ ഈ മനുഷ്യധ്വംസനം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കിടന്നാലും അതിനെ പ്രതികരിക്കുന്നവർക്ക് നമുക്ക് പ്രതികരിക്കാമല്ലോ, മിനിമം അതെങ്കിലും ചെയ്യാമല്ലോ. ഇത് അവർ ചെയ്ത് ശരിയായില്ല എന്നിങ്ങനെ പറയാം. അതുപോലെ അവർക്ക് പറയാൻ തയ്യാറില്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താ?
അത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെയുള്ള മുസ്ലിം വോട്ട് ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടും. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ദീപു ചന്ദ്രദാസിൻ്റെ ഈ കൊലപാതകത്തെ അപലപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേടി അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടുവന്ന മുസ്ലിം വോട്ടുകൾ നഷ്ടമാകുമെന്നുള്ളതാണ്. അപ്പുറത്ത് വി ഡി സതീശൻ്റെ പേടി എന്താ, പിന്നെ ലീഗ് ചിലപ്പോൾ പണങ്ങുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കുറയുമോ, SDP പണങ്ങുമോ, ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ മനുഷ്യത്വം മരവിച്ച ഒരു കൂട്ടങ്ങളാണ് ഇവിടെയുള്ള ഇടതും വലുതുള്ള രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. അവിടെയാണ് തരൂർ വ്യത്യസ്തനായി നിന്ന് അദ്ദേഹം പറയുന്നത് ഈ പിന്നെ ആ സർക്കാർ, അതായത് ബംഗ്ലാദേശ് സർക്കാർ ഒരു വെറും കാഴ്ചക്കാരനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, ഇതൊരിക്കലും ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവിടുത്തെ ന്യൂനപക്ഷമാണ് ഈ ഹിന്ദുക്കളെന്ന് പറയുന്നത്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ്. ഒരു നിയമ സംവിധാനം ഇല്ലാതെ ഈ ക്രമസമാണോ പിന്നെ കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള പ്രശ്നം? കോൺഗ്രസിന്റെ നിലപാട് മറ്റൊരു രീതിയാണ്, ശശി തരൂരിന്റെ നിലപാട് മറ്റൊരു രീതിയാണ്. അല്ല, ശശി തന്നെ ശരിയായ രാഷ്ട്രീയമാണ്. ശശി തരൂർ പിന്നെ പറഞ്ഞത് ശരിയായ രാഷ്ട്രീയം. ഇന്ത്യ മുന്നണിക്ക് ചേർന്നതല്ലല്ലോ. ഇന്ത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. ഇന്ത്യ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രീണന രാഷ്ട്രീയമാണ്. മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞതിലെല്ലാം വിട്ടുകൊടുത്ത് മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തുള്ള വിഭവങ്ങളുടെ ഒന്നാമത്തെ അവകാശം എന്നൊക്കെ മൻമോഹൻ സിംഗ് പറഞ്ഞതിൻ്റെ തുടച്ചക്കാരാണല്ലോ ഇന്ത്യ മുന്നണി എല്ലാവരും. ആരും മോശക്കാരെന്നല്ല, അതിലുള്ള എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ വോട്ട് ബാങ്കായിട്ടുള്ള മുസ്ലിങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്, അതിൽ കൂടെ അധികാരം പിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ അധികാരം പിടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് വലിയ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കേസ്. ഈ അധികാരത്തിൽ വരിക, അതുവഴി കുറേ പൈസ ഉണ്ടാക്കുക, അഴിവ് നടത്തുക, രാജ്യം കുട്ടിച്ചോറാക്കുക, രാജ്യം വല്ലവനും തീരെഴുതുക, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ശശി തരൂർ എന്ന് പറയുന്നത് നല്ലൊരു ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിട്ട്, രാഷ്ട്രീയക്കാരനപ്പോൾ രാഷ്ട്രതന്ത്രജ്ഞനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇഷ്യൂവിൽ അദ്ദേഹം ആരെയും പേടിക്കാതെ കയറി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. മാത്രമല്ല, എപ്പോഴും ഈ പറഞ്ഞ പോലെ താനൊരു ഹിന്ദുവാണ് എന്നും പിന്നെ പറയാൻ ഒരിക്കലും മടിക്കാത്ത ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. അതിൽ അദ്ദേഹത്തിന് യാതൊരു വൈക്ലഭ്യം ഉണ്ടായിട്ടില്ല, അദ്ദേഹം തുറന്നു പറയും. പക്ഷേ മറ്റു പല നേതാക്കളും അതിന് മടിക്കുന്നു. അതാണ് ഇപ്പോഴത്തുള്ള കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. കാരണം ഞാനൊരു ഹിന്ദുവാണെന്ന് പറയാൻ ഞാൻ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിൻ്റെ ഈ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവന് ചിലപ്പോൾ ഇഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ പോലും പറയാൻ പറ്റുന്നൊരു സാഹചര്യം, സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിന്ദു ആചാരത്തെയോ ഏതെങ്കിലും അനുകൂലിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സംഖ്യപ്പട്ടം ചേർത്ത് തരികയാണ്. അത് ആരൊക്കെയാണ്? ഈ മുസ്ലിം മാത്രമല്ല, CPM കാരനും കോൺഗ്രസ്സുകാരനും എല്ലാം ചേർന്ന് സംഖ്യയാക്കി മാറ്റുകയാണ്. അതോടുകൂടി പിന്നെ ഈ നാണക്കേട് കൊണ്ട് ആരും അവനവൻ്റെ മതം പുറത്തു പറയാതാവും. ഈ പറഞ്ഞതുപോലെ ഹിന്ദുക്കളെ പേടിച്ചു കഴിഞ്ഞൊരു സാഹചര്യമാണ്. ഇങ്ങനെ പേടിച്ചാണ് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് ഈ ഒരു ഗതികേട് വന്നത്. നാളെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ വടിവാളും പെട്രോളുമായിട്ട് ആളുകൾ വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അപകടഞ്ഞ് പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹം തരുന്നൊരു സൂചന ഉണ്ട്, തരുന്നൊരു സൂചന. കാരണം നിങ്ങൾ ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് ഇന്ത്യയിൽ പറയുന്ന ഒരു സാധനം എന്തുകൊണ്ട് അപ്പുറത്ത് നടക്കുമ്പോൾ ന്യൂനപക്ഷ ധ്വംസനം നടക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ആരോടാണ്? അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയോടാണ്, കോൺഗ്രസിനോടാണ്. ഔദ്യോഗികമായിട്ട് AICC പ്രസിഡന്റോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ അവർ പ്രചരിപ്പിച്ചിട്ടില്ല. എന്നാൽ പാലസ്തീൻ്റെ ഭാഗം തൂക്കി ഇവിടെ മുഖ്യമന്ത്രി ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയല്ലോ പാലസ്തീന് വേണ്ടിയിട്ട്. ഏതെല്ലാം സംഘടനകൾ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി? ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സമ്മേളനം നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ശരിക്കും ചോദിക്കേണ്ടത്. കാരണം പേടികളാണ്, പേടിച്ചിരിക്കുകയാണ്. എന്തിനാ പേടി? ഈ ഇവരുടെ വോട്ട് നഷ്ടപ്പെടുന്ന പേടി മാത്രമാണ്. അല്ലാതെ സമൂഹത്തെ നന്നാക്കണം, അവർക്കും കൂടി ക്ഷേമം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമൊന്നും ഇവർക്ക് ഒരിക്കലില്ല. നാളെ കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷം ആവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബംഗ്ലാദേശ് നടക്കുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കും. ആ കാലം അതിവിദൂരമല്ല. ആ ഒരു തിരിച്ചറിവ് കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ടായാൽ കൊള്ളാം. അതുതന്നെയാണ് തരൂർ നമുക്ക് നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.